ലിസി മാത്യു. ഇന്ന് ഞാൻ നിങ്ങളെ എൻ്റെ മണി പ്ലാന്റ് പരിചയപ്പെടുത്താം. ഞാനൊരു ചെറിയ തൈ എടുത്ത് നട്ട് വെച്ചതാണ്. ഒരു 3-4 മാസം മുമ്പ് നട്ടതാണ്. അതിപ്പോൾ വളർന്ന് നോക്കി ഗൈസ് ഈ പരുവത്തിലെത്തിയിട്ട് ഇവിടം വരെ എത്തിയിട്ടുണ്ട്. അതിന് ഞാനൊരു കമ്പൊക്കെ വെട്ടി കൊടുത്ത് കിടപ്പ് നോക്കാം, നല്ല ഷേപ്പിൽ അതിങ്ങനെ വളർന്നു വരുന്നുണ്ട്. അപ്പം എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഇലയൊക്കെ നോക്കുക ഗൈസ്, ഇടയ്ക്ക് ഒരു യെല്ലോയും പിന്നെ ഒരു വൈറ്റും പിന്നെ ഗ്രീൻ കളർ, 3 ഷെയ്ഡും കൂടി ഉള്ളൊരു കളറാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. മണി പ്ലാന്റ് എല്ലാ വീട്ടിലും വളർത്തുന്നത് നല്ലതാണ്. ടേസ്റ്റ് ഉണ്ടാകുമ്പോഴാണ് മണി പ്ലാന്റ് വളരുക എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു കൺസെപ്റ്റ് ആണല്ലോ പണ്ട് മുതലേ ഉള്ളവർ. എനിക്ക് അതുകൊണ്ടൊന്നുമല്ല, ഈ മണി പ്ലാന്റ് നമ്മുടെ വീട്ടിനകത്ത് നിന്ന് കഴിഞ്ഞാൽ കാണാൻ നല്ലൊരു ഭംഗിയുണ്ടല്ലേ. പിന്നെ നമുക്ക് ഉള്ളിൽ ഓക്സിജൻ കിട്ടും. ഏത് പ്ലാന്റ് നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് നമുക്ക് വളർത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള ഓക്സിജൻ കിട്ടുകയും അതുപോലെ തന്നെ വേണ്ടാത്ത കാർബൺ ഡൈ ഓക്സൈഡിനൊക്കെ പുറന്തള്ളാനൊക്കെ സഹായിക്കുന്നതാണല്ലോ നമ്മുടെ ചെടികളൊക്കെ. അപ്പോൾ ഈ മണി പ്ലാന്റിന് എനിക്ക് ഈ ഭംഗി കണ്ടപ്പം ഞാൻ വിചാരിച്ചതിൻ്റെ വീടിനകത്ത് തന്നെ ഇരിക്കട്ടെ നിർത്തി. വീടിൻ്റെ ഒരു കോർണറിൽ ഇതിങ്ങനെ കയറി വരുന്ന എൻട്രൻസ് ആണ്, അതിൻ്റെ കോർണറിൽ തന്നെ ഞാൻ ഈ സാധനം വെച്ചിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ മണി പ്ലാന്റ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മണി പ്ലാന്റ് ഇല്ലാത്ത ആൾക്കാരൊക്കെ ഒരു ചെടി തടി നട്ട് വെക്കണം. പ്രത്യേകിച്ച് കെയറിങ് ഒന്നും വേണ്ടാത്തൊരു ചെടിയാണ്. ഇടയ്ക്ക് ഒരു വെള്ളം, ആഴ്ചയിൽ ഒന്നൊക്കെ ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മാത്രം മതി. അതിങ്ങനെ വളർന്ന് അങ്ങോട്ട് കയറിക്കോളും. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ.